ഇന്ന് നമുക്ക് NSPF ഭാഗമായിട്ട് നമ്മളെ തിയറിയിൽ പഠിക്കാനുള്ളത് ട്രാൻസ്ഫോർമറിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോംസ് ഇലക്ട്രിക് പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ വിത്തൗട്ട് ചേഞ്ചിങ് ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസിയിൽ മാറ്റമൊന്നുമില്ലാതെ ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമർ എന്ന് പറയുക. ട്രാൻസ്ഫോർമർ AC കറണ്ടിലാണ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് രണ്ട് ട്രാൻസ്ഫോർമേഴ്സ്, ഡിഫറെന്റ് ട്രാൻസ്ഫോർമേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതും റൈറ്റ് സൈഡിൽ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ KSEB ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ട്രാൻസ്ഫോർമറിന്റെ പിക്ചറുമാണ്. രണ്ടും ട്രാൻസ്ഫോർമേഴ്സ് തന്നെയാണ്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത്. ട്രാൻസ്ഫോർമർ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, അവ AC-യിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എന്താണെന്നുള്ളതിന്റെ ഒരു ആനിമേഷൻ രൂപമാണ് നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമറിന് എപ്പോഴും ഒരു കോർ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ രണ്ട് കോയിൽസും ഉണ്ടായിരിക്കും. ഈ രണ്ട് കോയിൽസിന് നമ്മൾ പ്രൈമറി സെക്കൻഡറി കോയിൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേര് വിളിക്കും. ഈ പ്രൈമറി സെക്കൻഡറി എന്നുള്ള മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഇൻപുട്ട് കൊടുക്കുന്നു ആ സൈഡ് പ്രൈമറി, എവിടെ ഔട്ട്പുട്ട് എടുക്കുന്നു ആ സൈഡ് നമ്മൾ സെക്കൻഡറി എന്നാണ് പറയുക. അപ്പൊ ട്രാൻസ്ഫോർമറിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോറും രണ്ട് പ്രൈമറി സെക്കൻഡറി കോയിലുകളും. ഈ രണ്ട് കോയിൽസും ഒരു കോറും ചേർന്നതാണ് നമ്മൾ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ഇതില് നിങ്ങൾക്കറിയാം, ഈ രണ്ട് കോയിൽസും ഈ കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ലാമിനേറ്റഡ് അയൺ പീസസ് ആയിരിക്കും നമ്മൾ കോർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറണ്ട് ഒഴുകുക അതിൽ കൂടെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോയിലിൽ കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു സംതിങ് പ്രോസസ് ഒക്കെ നടക്കും, എന്നിട്ടാണ് ഈ കോറിൽ കൂടെ നടക്കുക. അപ്പൊ കോറും കോയിലും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ കിടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കോയിൽസ് ഒക്കെ എപ്പോഴും ഇൻസുലേറ്റഡ് ആയിരിക്കും, ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. കോയിൽസ് തമ്മിൽ ഇലക്ട്രിക്കലി സെപ്പറേഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ ഒരു സ്ഥലത്ത് കറണ്ട് കൊടുത്താൽ ഉടനടി ഷോർട്ടായി പോകും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ കോയിൽസ് ഒക്കെ ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും, ബട്ട് മാഗ്നറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കും. ഈ മാഗ്നറ്റിക്കലി കണക്റ്റഡ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമറിന്റെ ഉള്ളിൽ നമ്മളുടെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള ഒരു പ്രവർത്തന തത്വത്തിലാണ് ട്രാൻസ്ഫോർമർ പ്രവർത്തിക്കുന്നത്. അതായത് ആദ്യം ഇലക്ട്രിക് എനർജി കൊടുക്കും, അതിനെ മാഗ്നറ്റിക് എനർജി ആക്കും, ആ മാഗ്നറ്റിക് എനർജിനെ വീണ്ടും ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർഷൻ നടത്തും. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള പ്രോസസ്. അപ്പൊ അതങ്ങനെ നടത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ച് വേർഡ്സുകൾ നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ EMF അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ പ്രയോഗിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രൈമറി കോയിലിലേക്ക് ഒരു AC വോൾട്ടേജ് അല്ലെങ്കിൽ AC കറണ്ട് കൊടുക്കുന്നു. അങ്ങനെ AC കറണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോയിലിലോട്ട് AC കറണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ കോയിലിന്റെ ഉള്ളില് അതൊരു EMF സൃഷ്ടിക്കും. അതുപോലെ തന്നെ എന്തുണ്ടാവും, അതിന് ചുറ്റും ഒരു കാന്തിക വലയം രൂപപ്പെടും. ഓക്കെ, ആ കാന്തിക വലയത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ആ കാന്തിക വലയത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് സ്വഭാവമായിരിക്കും. നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാക്കുക. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഫ്ലക്സ് കൊണ്ടാണ്. അപ്പൊ വാട്ട് ഈസ് ഫ്ലക്സ് എന്ന് നമ്മൾ ഒന്നുകൂടി ചോദിക്കും. എന്താണ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഈ ഫ്ലക്സിനെ നമ്മൾ കമ്പയർ ചെയ്യും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആയിട്ട്. എന്തായിട്ട് കമ്പയർ ചെയ്യുക, ഇലക്ട്രോൺസ് ആയിട്ട്. ഇലക്ട്രോൺസ് ഒഴിയാലല്ലേ അവിടെ കറണ്ട് ഫ്ലോ നടക്കുള്ളൂ. അതുപോലെ ഇവിടെ ഫ്ലക്സ് ഒഴിയാലും എന്തുണ്ടാവുള്ളൂ, ഒരു മാഗ്നറ്റിക്കൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയല്ലോ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ കോയിലിലേക്ക് ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവും. ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പരിധിക്കുള്ളിൽ തന്നെയാണ് രണ്ടാമത്തെ കോയിലും വെച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, ആ കോയിലിന്റെ ഉള്ളില് ഈ ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്, രണ്ടാമത്തെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യും.
കണക്ഷൻ വരും. കണക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് രണ്ടാമത്തെ കോയിലിന്റെ കണക്ഷൻ ആവുന്നത് ത്രൂ മാഗ്നറ്റിക്കൽ കണക്ഷൻ. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നെക്സ്റ്റ് കോയിലില് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF പിന്നെ തുടർന്ന് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ആ പോയിന്റിലോട്ട് ഒരു ലോഡ് എന്തെങ്കിലും ബൾബോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഫ്ലോ ആയിട്ട് ഇലക്ട്രോൺ ഫ്ലോ ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ പ്രൈമറി സൈഡിൽ ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഇലക്ട്രിക്കൽ ഫീൽഡാണ് അപ്ലൈ ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലെ വർക്കിംഗ് മുഴുവൻ എന്താണ്, മാഗ്നറ്റിക്കൽ വർക്കിംഗ് ആണ്. ഇലക്ട്രിക്കൽ കണക്ഷൻസ് അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു പോകും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കോയിലുകളൊക്കെ ഇലക്ട്രിക്കലി സെപ്പറേറ്റഡും മാഗ്നറ്റിക്കലി കണക്റ്റഡും ആണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡറി സൈഡിൽ എത്തുമ്പോൾ എന്തുണ്ടാവും, വീണ്ടും മാഗ്നറ്റിക്കലി ഇതിനെ നമ്മൾ ഇലക്ട്രിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ട്രാൻസ്ഫോമറിന്റെ ഈ കോയിൽസ് ഉണ്ടല്ലോ, ടേൺസിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡറി സൈഡിലെ ടേൺസിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് വോൾട്ടേജിന് ഉയർത്തി കൊടുക്കുക. അപ്പൊ അതിന്റെ പ്രൈമറി സൈഡിൽ നമ്മൾ ചെറിയ വോൾട്ടേജ് കൊടുക്കും, എന്നിട്ട് സെക്കൻഡറി സൈഡിൽ വലിയ വോൾട്ടേജ് ഉണ്ടാകും. ഇനി സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ പ്രൈമറി സൈഡിൽ വലിയ വോൾട്ടേജ് കൊടുക്കും, എന്നിട്ട് ചെറിയ സൈഡിൽ സെക്കൻഡറി സൈഡിൽ അത് ചെറിയ വോൾട്ടേജ് ആക്കി മാറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ വേറൊരു വാക്കും കൂടി, അപ്പൊ നമ്മൾ ഫ്ലക്സ് എന്താന്ന് ഞാൻ പറഞ്ഞു. ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡിലെ ഇലക്ട്രോൺസിന് സെയിം ആയിട്ടുള്ള ടേംസ് ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് ഉണ്ടായാലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മാഗ്നറ്റിക്കൽ ഫീൽഡ് ഉണ്ടായാൽ മാത്രമേ സെക്കൻഡറി സൈഡിൽ എന്തുണ്ടാവുകയുള്ളൂ, ഒരു EMF ഉണ്ടായി അപ്പുറത്ത് കറണ്ട് ഒഴുകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലക്സ് എന്ന് പറയുന്ന സംഗതി ഈ കോയിലിൽ മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഫ്ലക്സ് എവിടെയും കൂടി ഉണ്ടാവും, ട്രാൻസ്ഫോമറിന്റെ കോറിലും കൂടി ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമറിന്റെ കോറിലും ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഫ്ലക്സ് ട്രാൻസ്ഫോമറിന്റെ കോറിൽ കൂടി ഒഴുകും എന്നർത്ഥം. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ കോർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കും എന്നൊരു വാക്ക് ഇതിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് റിലക്റ്റൻസ്? റിലക്റ്റൻസ് എന്നുള്ളതിന്റെ ഈക്വലന്റ് ടൈം എന്ന് പറയാൻ നമ്മൾ നേരത്തെ പഠിച്ചത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മുമ്പ് പഠിച്ച ക്ലാസ്സിൽ പറഞ്ഞത് ഇലക്ട്രോൺ ഫ്ലോക്കുള്ള തടസ്സം, കറണ്ടിനുള്ള തടസ്സം. അതുപോലെ ഇവിടെ ഫ്ലക്സ് ആണല്ലോ ഇലക്ട്രോണിന് പകരം ഒഴുകുന്നത് മാഗ്നറ്റിക്കൽ ഫീൽഡില്. ആ ഫ്ലക്സിന് ഉള്ള തടസ്സത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലക്സിന്റെ ഉള്ള തടസ്സം വളരെ കുറവാണെങ്കിൽ അതിന് ലോ പാത്ത് എന്ന് പറയും. കൂടുതലാണെങ്കിലോ ഫ്ലക്സ് അവിടെ ഒഴുകുകയില്ല. അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലുള്ള കോറുകളൊക്കെ എപ്പോഴും ലോ റിലക്റ്റൻസ് പാത്ത് ഉള്ളത് ആയിരിക്കും. അപ്പൊ ഇതാണ് ട്രാൻസ്ഫോമറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ മുമ്പിൽ, ഇത് ഈ പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KSEB ഉപയോഗിക്കുന്ന ടൈപ്പ് ട്രാൻസ്ഫോർമർ. ഓക്കെ, അത്തരം ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോറ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലാമിനേറ്റഡ് കോറാണ്. പിന്നെ ട്രാൻസ്ഫോമറിന് പ്രൈമറി വൈൻഡിങ് ഉണ്ടാവും, സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും. അത് ട്രാൻസ്ഫോമറിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം, പ്രൈമറി സെക്കൻഡറി ഉണ്ടാവും എന്നറിയാം. പിന്നെ വലിയ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആകുമ്പോൾ എന്ത് ചെയ്യും, ആ ട്രാൻസ്ഫോമറിനെ കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് മൊത്തം ഒരു കണ്ടെയ്നറിന്റെ ഉള്ള വെക്കാം. ഈ കണ്ടെയ്നർ ഓയിൽ ഒഴിച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ, കൂളിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിന്നും സെക്കൻഡറിന്നും കണക്ഷൻസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവും. നമുക്ക് കണക്ഷൻ വോൾട്ടേജ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടേ, കറണ്ട് പുറത്തേക്ക് കൊടുക്കണ്ടേ ആൾക്കാർക്ക്, അതിനു വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആ ഏരിയനെയാണ് നമ്മൾ ബുഷിംഗ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ പിക്ചർ പ്രകാരം നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ KSEB ഒരു ട്രാൻസ്ഫോമർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ആ ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയിട്ടുള്ള അതിനൊരു കോറുണ്ട്. കോറിന് രണ്ട് ടൈപ്പ് വൈൻഡിങ്സ് ഉണ്ട്. ആ വൈൻഡിങ്സ് പുറത്തെടുക്കാനുള്ള ബുഷസ് ഉണ്ട്. അതുപോലെ അതിന് മൊത്തം ടോട്ടൽ ഒരു കണ്ടെയ്നറിലാണ് നമ്മുടെ മുമ്പിൽ അത് കാണുന്നത്. ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ ഓയിൽ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ഫീൽഡ് ആയിരിക്കും. എന്തിന്, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമ്പോൾ ചൂടാവാതെ അതിന് കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി. ഇത്രയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ള പിക്ചറിൽ കാണുന്നത്. ഇനി ട്രാൻസ്ഫോമറിന്റെ കോറും വൈൻഡിങ്ങും അതിനെ കുറിച്ചാണ് ഈ സ്ലൈഡ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കോർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താണ്, കൺസ്ട്രക്റ്റഡ് ഓഫ് ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻസ്. സ്റ്റീൽ ലാമിനേഷൻസ് കൊണ്ടാണ് ഈ കോർ ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ ലാമിനേഷൻ സൈസ് എന്ന് പറയുന്നത്
മാറിക്കൊണ്ടിരിക്കും. 0.35 mm to 0.5 mm വരെയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ ലാമിനേഷൻ ഈ സ്റ്റീൽ ഷീറ്റിന്റെ മുകളിൽ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് ഈ ലാമിനേറ്റഡ് കോർ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എഡി കറന്റ് ലോസസ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്ത് പഠിച്ചു വരും. ആ ലോസസ് കുറയ്ക്കലാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ലാമിനേറ്റഡ് കോർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡി കറന്റ് ലോസസ് കുറയും. അപ്പൊ നമ്മൾ കോർ ഉണ്ടാക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. സ്റ്റീലുമേ തന്നെ നമ്മൾ ലാമിനേറ്റ് ചെയ്യും. ലാമിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എഡി കറന്റ് ലോസസ് കുറയും. ഈ ലാമിനേഷന്റെ തിക്നെസ് എത്രത്തോളം വാരി ചെയ്യണം എന്നുള്ളത് നോക്കുന്നത് നമ്മൾക്ക് കിട്ടേണ്ട ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ്. 50 Hz ആണോ 60 Hz ആണോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ KSCB ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എത്രയാണ്? 230 വോൾട്ട് 50 Hz. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ലാമിനേഷൻ തിക്നെസ് ആണ് അതിൽ കൊടുക്കുക. ഇനി ഓരോ ലാമിനേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇൻസുലേറ്റഡ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ലാമിനേഷൻ നടത്തിയ ഷീറ്റിന്റെ മുകളിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ വാർണിഷിന്റെയോ അല്ലെങ്കിൽ ഓക്സൈഡ് ലെയറിന്റെയോ കോട്ടിങ് കൊടുക്കും ഓരോ ലാമിനേഷൻ. ഓക്കെ, അപ്പൊ അത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടാണ് കോർ ട്രാൻസ്ഫോർമറിന്റെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ വൈൻഡിങ്ങിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാന്ന് നോക്കാം. ലാർജ് ട്രാൻസ്ഫോമറിന്റെ കേസിലാണെങ്കിൽ സിലിണ്ടറിക്കൽ വൈൻഡിങ് ആയിരിക്കും. അതായത് ഈ കോർ എടുത്തിട്ട് ഈ കോറിന് ചുറ്റും റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് ചുറ്റി കൊടുക്കാം. നമ്മൾ സിലിണ്ടർ കണ്ടിട്ടില്ല, ഗ്യാസ് സിലിണ്ടർ, ആ ഷേപ്പിൽ. ഓക്കെ, പിന്നെ വൈൻഡിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുക? കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം. അത് വെച്ചിട്ടാണ് നമ്മുടെ വൈൻഡിങ് ഉണ്ടാക്കുക. ഇനി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് 2 ടൈപ്പിലാണ് ഉള്ളത് എന്നുള്ളത്. ഒന്ന് കോർ ടൈപ്പും രണ്ടാമത്തെ ഷെൽ ടൈപ്പും. അതിന്റെ പിക്ചറാണ് നിങ്ങളുടെ മുമ്പിൽ വരച്ചിട്ടുള്ളത്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം? ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ പിക്ചറിന്റെ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. കോറ് എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈൻഡിങ് എവിടെ ഇരിക്കുന്നു? 2 ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് വൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് കോറിന്റെ 2 ഓപ്പോസിറ്റ് സൈഡുകളിൽ. അതിൽ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ലോ വോൾട്ടേജ് വൈൻഡിങ് എന്ന് പറയുന്നത് കോറിന്റെ അടുത്തിരിക്കും. ഓക്കെ, ആദ്യം ഒരു ഇൻസുലേഷൻ ലോ വോൾട്ടേജ് വൈൻഡിങ് കോറുമായിട്ട് കണക്ഷൻ ചെയ്യാനായിട്ടുള്ള ഭാഗത്ത് ആദ്യം കണക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ, ലോ വോൾട്ടേജ് ഇൻസുലേഷൻ അപ്ലൈ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ലോ വോൾട്ടേജ് വൈൻഡിങ് കൊടുക്കും. അതിനുശേഷം വീണ്ടും ഒരു ഹൈ വോൾട്ടേജിന്റെ ഒരു ഇൻസുലേഷൻ കൊടുക്കും. എന്നിട്ട് ഹൈ വോൾട്ടേജ് വൈൻഡിങ് കൊടുക്കും. ഈ രീതിയിലാണ് കോർ ടൈപ്പിൽ നമ്മൾ എന്തുണ്ടാക്കുന്നത്? ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോ വൈൻഡിങ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ലിംബ്സിലാണ് ഇരിക്കുക. ലിംബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോറിന്റെ 2 അറ്റങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മള് ഇൻസുലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്കേജുകൾ, ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇൻസുലേഷൻ ഒക്കെ അതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തിന്? ലീക്കേജുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോറൊക്കെ ചുറ്റിയിരിക്കുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. ഇപ്പൊ നിങ്ങൾ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ വോൾട്ടേജ് വൈൻഡിങ് ആണ് ആദ്യം നമ്മൾ കോറിന് എടുത്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിന് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് ലോ വോൾട്ടേജ് വൈൻഡിങ് കോറിന്റെ അടുത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വൈൻഡിങ് എന്ന് പറയുന്നത് കോറിന് ചുറ്റുമാണ് ഇരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവസാനത്തെ കാര്യം നമ്മൾ ഇതിൽ ഹിയർ വൈൻഡിങ് സറൗണ്ട്സ് ദി കൺസിഡറബിൾ പാർട്ട് ഓഫ് ദി കോർ ആൻഡ് കോർ ഈസ് ഇൻ റെക്ടാങ്കുലർ ഷേപ്പ്. കോർ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. വൈൻഡിങ് എന്ന് പറയുന്നത് കോറിന് ചുറ്റിയിട്ടാണ് ഇരിക്കുക. ഇതാണ് കോർ ടൈപ്പിന്റെ പ്രത്യേകത. ഇനി ഇപ്പുറത്തെ ടൈപ്പ് നമ്മൾ എടുത്തു, ഷെൽ ടൈപ്പ്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ കോർ എങ്ങനെ ഇരിക്കുക? അതും റെക്ടാങ്കുലർ ഫോമിലാണ് ഇരിക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ വൈൻഡിങ് ആണ് കോറിന് ചുറ്റുന്നത്. ഇവിടെ എന്താണ് ഉണ്ടാവുക? കോറാണ് വൈൻഡിങ്ങിന് ചുറ്റിയിരിക്കുന്നത്. അതായത് വൈൻഡിങ് സെന്ററിൽ ഇരിക്കും, കോറാണ് ചുറ്റിലും ഇരിക്കുക. ഓക്കെ, പിന്നെ പ്രൈമറി സെക്കൻഡറി ഒക്കെ ഒരു ലിംബിലാണ് വെക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ലിംബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കിട്ടി. ഷെൽ ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും 3 ലിംബ് ഉണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. കോർ ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ 2 ലിംബേ ഉള്ളൂ. ഓക്കെ, അപ്പോ ആ സെന്ററിൽ ഇരിക്കുന്ന ആ ലിംബിലാണ് രണ്ടും വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ഈ കോയിൽസ് എങ്ങനെയാണ് ഇതിന് ചുറ്റിലും ചുറ്റി വെക്കുന്നത്? മൾട്ടി ലെയർ ഡിസ്ക് വെക്കുന്ന മാതിരിയാണ് വെക്കുക. അപ്പോ അങ്ങനെ മൾട്ടി ലെയർ ഡിസ്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഡിസ്കിന്റെ ഓരോ ലെയറും തമ്മിൽ നമ്മൾ പേപ്പർ വെച്ച് ഇൻസുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നേരത്തെ മുമ്പത്തെ കേസിൽ നമ്മൾ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ
ഈ മൾട്ടി ലെയർ ഡിസ്കുകൾ ഉണ്ടാക്കുമ്പോൾ, ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ പ്ലേറ്റുകൾ തന്നെ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നല്ലെങ്കിൽ രണ്ട് ഡിസ്കുകൾ മൾട്ടി ലെയറിന്റെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് വേണം, ഓരോ ഡിസ്കും തമ്മിൽ സെപ്പറേഷൻ കൊടുക്കണം. ആ സെപ്പറേഷനാണ് നമ്മൾ എന്തിൽ കൊടുക്കുക, പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പൊ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോർമേഴ്സ് തമ്മിൽ വ്യത്യാസങ്ങൾ ഇതും നമ്മൾ അറിഞ്ഞു പഠിക്കണം. കോർ ടൈപ്പ് ആണെങ്കിൽ രണ്ടിന്റെ, ഷെൽ ടൈപ്പ് ആണെങ്കിൽ രണ്ടും കോറ് റെക്ടാങ്കുലർ ഷേപ്പിലാണ്. പിന്നെ വൈൻഡിങ് കോറിന് ചുറ്റിയിരിക്കുന്ന രീതിയിലാണ് കോർ ടൈപ്പിൽ ഇരിക്കുക. ഷെല്ലിലാണെങ്കിലോ കോറാണ് വൈൻഡിങ്ങിന് ചുറ്റിയിരിക്കുക. പിന്നെ വൈൻഡിങ് പ്ലേസ് ചെയ്യുന്നത് കോർ ടൈപ്പില് ഓപ്പോസിറ്റ് ലിംബുകളിലാണ്. ഷെൽ ടൈപ്പിലാണെങ്കിൽ നമ്മൾ സെൻട്രലിലാണ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഷെൽ ടൈപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടി ലെയർ ഡിസ്ക് ഫോർമാറ്റിലാണ് കോയിൽസ് പേപ്പർ വെച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ കോർ ടൈപ്പിലാണെങ്കിലോ ആദ്യം ലോ വോൾട്ടേജ് വൈൻഡിങ് കൊടുക്കും, പിന്നെ ഹൈ വോൾട്ടേജ് വൈൻഡിങ് കൊടുക്കും. അവയ്ക്കിടയിലൊക്കെ ഇൻസുലേഷനും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോറും ഷെല്ലും തമ്മിലുള്ള വ്യത്യാസമായിട്ടുള്ളത്.